കസൻസാക്കിസ് എന്ന എഴുത്തുകാരൻ സെൽഫ് കൺട്രോൾ എന്ന പുണ്യം പഠിപ്പിക്കുന്നത് ഫ്രാൻസിസ് അസീസി എന്ന വിശുദ്ധന്റെ ജീവിത കഥയിലൂടെയാണ്. ദൈവത്തിന്റെ നിസ്വൻ അല്ലെങ്കിൽ ഗോഡ്സ് പോപ്പ് എന്ന നോവലിൽ അദ്ദേഹം അത് വരച്ചു കാട്ടുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അസീസി നഗരത്തിൽ ഫ്രാൻസിസ് എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു. അയാൾ ലക്ഷറിയസ് ആയി ജീവിച്ച ഒരാളായിരുന്നു, കാരണം അയാളുടെ പപ്പ റിച്ച് ആയിരുന്നു. ഒരു ദിവസം ദൈവം അവനോട് സംസാരിച്ചു. അന്ന് അയാൾ തീരുമാനിച്ചു, ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു, എന്നാൽ ഇനി എനിക്ക് ദൈവത്തിനായി ജീവിക്കണം. ഫ്രാൻസിസ് തന്റെ സമ്പത്തും തനിക്കുള്ളതും ഈവൻ ഉടുതുണി വരെയും വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥനയും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. എന്നാൽ അതൊട്ടും എളുപ്പമായിരുന്നില്ല. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഒരു ദിവസം ഫ്രാൻസിസ് വളരെയധികം വിശന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് അവന്റെ മുന്നിലേക്ക് വന്നു. പക്ഷെ അവൻ മനസ്സിലാക്കി, ജീവിതത്തിന്റെ ഉദ്ദേശം ലക്ഷറി അല്ല, ദൈവത്തോടുള്ള സ്നേഹമാണ്. അതിനാൽ അവനൊരു ബ്രെഡ് മാത്രം കഴിച്ചു. ഇനി മറ്റൊരു ദിവസം ഒരാൾ ഫ്രാൻസിസിനെ കളിയാക്കി. അവന് ദേഷ്യമായി, പക്ഷെ അവൻ ഈശോയുടെ ഉപദേശം ഓർത്തു. എന്നിട്ട് അവൻ തീരുമാനിച്ചത് എന്താന്നോ? ദേഷ്യം എന്നെ നിയന്ത്രിക്കില്ല, ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു. ഫ്രാൻസിസ് തന്റെ ഇമോഷൻസിനെ നിയന്ത്രിച്ചതും സൂപ്പറായിട്ടാണ് ഗൈസ്. ക്ലാര പുണ്യവതിയോട് പറഞ്ഞ ഡയലോഗാണ് ക്ലാസ്. ഞാൻ നിന്നിലെ മെഴുകുതിരി വെട്ടം കാണും മുമ്പേ ഒരു സൂര്യഗോളത്തെ ഈശോയെ കണ്ടുപോയി, സ്നേഹിച്ചു പോയി ക്ലാര. ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് 2 വിശുദ്ധരെയാണ് സഭയ്ക്ക് ലഭിച്ചത്. ആ ട്വിസ്റ്റ് ഒന്ന് നോക്കിക്കേ ഗൈസ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സെൽഫ് കൺട്രോൾ സമ്മതിക്കണം കൂട്ടുകാരെ. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യം പ്രാർത്ഥിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താം. എൻ്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാകരുതേ. ആമേൻ.